പാലക്കാട്, ചേലക്കര, വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് വാശിയേറിയ പോരാട്ടം നടന്നത്. അതിലെല്ലാവരുടെയും ശ്രദ്ധ പാലക്കാട് തന്നെയായിരുന്നു. റിസൾട്ടൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിഗംഭീര വിജയം ചേലക്കരയെ സ്വന്തമാക്കിയ പ്രദീപ്, വമ്പൻ ഭൂരിപക്ഷവുമായി പ്രിയങ്ക. അപ്പോൾ എങ്ങനെയാണ് വോട്ടിൻ്റെ കണക്ക് എന്ന് വേഗത്തിൽ നോക്കാം. അതിലാദ്യം ഏറ്റവും ആവേശകരമായ പോരാട്ടം നടന്ന പാലക്കാട്ടേക്ക് തന്നെയാണ്. പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 58,389 വോട്ടാണ് സ്വന്തം പേരിൽ കുറിച്ചത്. തൊട്ട് പിന്നാലെ എത്തിയ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 39,549, അതായത് വലിയ വിജയപ്രതീക്ഷയോടെ നിന്ന BJP സ്ഥാനാർത്ഥിക്ക് BJPക്ക് 39,549 എന്ന അക്കത്തിലേക്ക് എത്താനേ കഴിഞ്ഞുള്ളൂ. 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാൻ കഴിഞ്ഞു. വലിയ വിവാദങ്ങളുമൊക്കെയായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്ന P സരിൻ, LDF സ്ഥാനാർത്ഥിയെ എത്തിയ സരിന് 37,293 വോട്ടുകളാണ് ലഭിച്ചത്. ഇനി നമുക്ക് ചേലക്കരയിലേക്ക് വരാം. ചേലക്കരയിലും ആദ്യഘട്ടത്തിൽ ഇടതിൻ്റെ വലിയ കോട്ട എന്ന് പറഞ്ഞു. പക്ഷേ മത്സരം ടൈറ്റാകുന്നുവെന്ന സൂചനകളൊക്കെ പ്രചാരണ സമയത്തുണ്ടായിരുന്നു. എന്നാൽ ഫലം പ്രഖ്യാപിച്ചത് മുതൽ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ലീഡ് നില മുന്നോട്ട് കൊണ്ടുപോയാണ് വമ്പൻ വിജയം പ്രദീപ് നേടിയത്. LDFന് ചേലക്കരയിൽ 64,827 വോട്ടുകളാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതേസമയം UDFൻ്റെ രമ്യ ഹരിദാസിന് 52,626 വോട്ട്, 12,000 വോട്ടിലധികം ഭൂരിപക്ഷം പ്രദീപ് നേടുന്നു. BJPക്ക് അവിടെ വോട്ട് നിലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഏകദേശം 9,000-ഓളം വോട്ടുകളുടെ വർധനയുണ്ടായി. 33,609 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ ചേലക്കരയിൽ നേടിയത്. ഇനി വയനാട്ടിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഭൂരിപക്ഷം എന്ന ചർച്ചകളൊക്കെയാണ് നടന്നത്. പ്രതീക്ഷിച്ച ഭൂരിപക്ഷം അതിനും മുകളിലേക്ക് ആദ്യഘട്ടത്തിലെ പ്രതീക്ഷകൾക്കൊപ്പം നിന്നില്ലെങ്കിലും പോളിംഗ് കഴിഞ്ഞപ്പോൾ ഒരു നിരാശയുണ്ടായിരുന്നതിനെ മറികടക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക 6,22,338 വോട്ടാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് 2,11,407 വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ. അനിരാജയേക്കാൾ 50,000 വോട്ടുകളുടെ കുറവ്. അതേസമയം BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 1,09,939 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. K സുരേന്ദ്രൻ മത്സരിച്ചതിനേക്കാൾ വോട്ടിൻ്റെ എണ്ണം കുറവാണെങ്കിലും ഒരു പുതുമുഖ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു പ്രത്യേകത. ഇനി മഹാരാഷ്ട്രയിലേക്ക് പോകാം. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോളുകളെയും എല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിരിക്കുന്നത്. മഹായുതി സഖ്യം BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ പക്ഷവും ചേർന്ന് നയിക്കുന്ന മഹായുതി സഖ്യം വമ്പൻ വിജയം. അതായത് BJP ഒറ്റയ്ക്ക് 131, ശിവസേന 57, NCP 41, അങ്ങനെ 233 സീറ്റുകളിലേറെ നേടിക്കൊണ്ടാണ് ഒരു ക്ലീൻ സ്വീപ്പ് എന്ന നിലയിലേക്ക് മഹായുതി സഖ്യം പോയത്. അതേസമയം മഹാവികാസ് അഘാടി കോൺഗ്രസ് അതിൽ 15 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം, അതായത് താക്കറയുടെ പിൻതലമുറക്കാരനായ ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയ്ക്ക് വെറും 20 സീറ്റുകളാണ് കിട്ടിയുള്ളൂ. NCP ശരത് പവാർ പക്ഷത്തിന് 10 സീറ്റ്, അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. അവിശ്വസനീയമായിരുന്നു ഈ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ്. കാരണം അദ്ദേഹത്തിനായിരുന്നു അവിടുത്തെ ചുമതല. ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇങ്ങോട്ട് വളരെ സജീവമായി ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കേരളത്തിൽ പോലും വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രയേറെ സമയം മഹാരാഷ്ട്രയിലെ പ്രചാരണ പരിപാടികൾക്കായി അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹവും നിരാശ പ്രകടിപ്പിക്കുകയാണ് ഈ ഫലത്തിൽ. അതേസമയം BJP ക്യാമ്പിൽ നിന്നും ഷിൻഡെ ക്യാമ്പിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ ഒരുമിച്ച് നിന്നാൽ മുന്നോട്ട് പോകാമെന്ന നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നമ്മൾ കേട്ട അതേ വാക്യം തന്നെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. ഷിൻഡെയും ദേവേന്ദ്ര ഫഡ്നാവിസും ഒക്കെ വ്യക്തമാക്കുന്നത് തങ്ങൾ ഒരുമിച്ച് വളരെ കൃത്യമായ തീരുമാനങ്ങൾ, ഇനി ആര് മുഖ്യമന്ത്രി എന്ന ചർച്ചയാണ്, പക്ഷേ അതിലൊരു തർക്കങ്ങൾക്കും സാധ്യതയില്ല എന്ന് മഹായുതി സഖ്യം വ്യക്തമാക്കുകയാണ്. ജാർഖണ്ഡിൽ പക്ഷേ ഇന്ത്യ സഖ്യത്തിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. 54 സീറ്റുകൾ ജയമം നയിക്കുന്ന ഇന്ത്യ സഖ്യം. കോൺഗ്രസിന് 13 സീറ്റുകളാണുള്ളതെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ഭരണം തുടരാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഈ മഹാരാഷ്ട്രയിൽ വലിയ തോൽവിയിൽ നിന്ന് അല്പം ആശ്വാസം നൽകുന്നതാണ്. ഇനി